ഓസ്ട്രേലിയയിൽ വന്നിട്ട് റോഡ് ട്രിപ്പ് എല്ലാവരുടെ സ്വപ്നമാണ്. യെസ്, എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഞാനിവിടെ ഡാർവിനിൽ വന്ന് നോർത്തേൺ ടെറിട്ടറിയിൽ വന്നിട്ട് ഞാൻ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളെപ്പറ്റി അറിഞ്ഞപ്പോഴത്തേക്കിനും എന്നാൽ പിന്നെ അങ്ങോട്ടൊന്ന് പോകണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം ഞാൻ സഫലമാക്കാൻ പോവുകയാണ്. ഏത് വണ്ടിയിലാണ് പോകുന്നതെന്നല്ലേ, അങ്ങോട്ട് നോക്കണ്ട, അതല്ല, അതിലും കിടിലൻ വണ്ടിയാണ് ഫോർഡ് റേഞ്ചർ. ഈ കാണുന്ന ഫോർഡ് റേഞ്ചറിലാണ് നമ്മൾ നമ്മുടെ അടുത്ത 2000 കിലോമീറ്റർ വരുന്ന ആ ഒരു റോഡ് ട്രിപ്പ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇങ്ങ് ഡാർവിൻ, അതായത് നോർത്തേൺ ടെറിട്ടറിയിലെ ഡാർവിനിൽ നിന്നും നമ്മൾ നോർത്തേൺ ടെറിട്ടറിയുടെ ഓസ്ട്രേലിയയുടെ മധ്യഭാഗമായിട്ടുള്ള ഉലുരു, അതേപോലെ തന്നെ നമ്മുടെ ആലിസ് സ്പ്രിങ്സ് എന്നൊക്കെ പറയുന്ന, കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അബോറിജിനൽസിൻ്റെ കേന്ദ്രമാണ് ഓസ്ട്രേലിയയുടെ മധ്യഭാഗം. ഇന്ത്യ മഹാരാജ്യത്തെക്കാട്ടി വലിയ രാജ്യമായിട്ടുള്ള ഓസ്ട്രേലിയയിൽ ഫോർഡ് റേഞ്ചറുമായിട്ട് ഞാൻ ഈ ഒരു യാത്ര പോവാണ്. ഈ വണ്ടി എത്ര രൂപയ്ക്കാണ് കിട്ടിയെന്നല്ലേ? $1 പെർ ഡേ. അതായത് എനിക്ക് ഈ വണ്ടി കിട്ടിയിരിക്കുന്നത് കേവലം 65 ഇന്ത്യൻ രൂപ ഒരു ദിവസത്തേക്ക്. വിശ്വസിക്കുമോ? 5 ദിവസത്തേക്കാണ് ഞാൻ ഈ വണ്ടി റെൻറ്റിനെടുത്തിരിക്കുന്നത്. $5 ഞാൻ ഈ വണ്ടി എടുത്തെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? എങ്ങനെയാണെന്നല്ലേ ഞാൻ പറയാം, വീഡിയോ മൊത്തം ഒക്കെ പറഞ്ഞുതരാം. ഓസ്ട്രേലിയയിലുള്ളവർക്കും ഓസ്ട്രേലിയയിൽ യാത്ര ചെയ്യുന്നവർക്കും വലിയൊരു ടിപ്പാണ് ഹൗ ഐ ഗോട്ട് ദിസ് കാർ എന്നുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഡാർവിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ഇതാണ് ഡാർവിൻ എയർപോർട്ട്. ഡാർവിൻ എയർപോർട്ടിൽ നിന്നാണ് എനിക്ക് ഈ വണ്ടി കിട്ടിയത്. ഇതൊരു കിടുക്കാച്ചി വണ്ടിയാണ്. എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഇതുപോലത്തെ ഒരു വണ്ടി വാങ്ങണം എന്നുള്ളത്. നാട്ടിൽ നമുക്ക് ഫോർഡ് റേഞ്ചർ ഇല്ലാത്തത് കൊണ്ടും പിന്നെ ആകെ ഉള്ളത് നമ്മുടെ ടൊയോട്ടയുടെ ഹൈലക്സ് മാത്രമാണ് ഇങ്ങനത്തെ ഉള്ളത്. അപ്പോൾ അതുപോലത്തെ തന്നെ ഇതൊരു ഗംഭീര ഭീമാകാര വണ്ടിയല്ലേ. അപ്പോൾ ഇതെനിക്ക് നടക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവിടെ എന്തായാലും നമുക്കത് കിട്ടി. നമുക്കിതിനകത്ത് ഇത് കണ്ട ഈ സാധനം റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ കണ്ടില്ല. ഇവിടെ നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാം. ചെളിയൊക്കെ ഉണ്ട്. കാരണം ഇനിയിപ്പോൾ ചെളിയും ബാക്കിയുള്ള സംഭവങ്ങളും നമ്മളിനി പോകാൻ പോകുന്ന ഏരിയ എന്നൊക്കെ പറയുന്നത് റോഡ് പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ, ആൾക്കാരില്ലാത്ത സ്ഥലങ്ങളും വിജനമായ സ്ഥലങ്ങളും, അങ്ങനെ ശരിക്കും ഈ പേര് പോലെ വൈൽഡ് ട്രാക്ക് എന്നൊക്കെ പറയുന്ന ഒരു റിയൽ വൈൽഡ് ട്രാക്കിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടില്ലേ അടിപൊളി സംഭവമാണ്, ലൈറ്റും കാര്യങ്ങളൊക്കെ. ഞാൻ എൻ്റെ പെട്ടി ഞാൻ എന്തായാലും ഫ്രണ്ടിൽ വെച്ചു. കാരണം ഐ ഡോണ്ട് വാണ്ട് ദിസ് പെട്ടി ടു ബി ഇൻ ദ ബാക്ക്, ബിക്കോസ് അവിടെ കിടന്ന് ഓടി കളിക്കും. ഇത് കണ്ടോ, ഇതിനകത്തൊക്കെ പൊടിയൊക്കെ കയറി പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടൊന്നും ഇല്ല എന്ന് തോന്നുന്നു. കാരണം അത് ക്ലീൻ ചെയ്താൽ ഇത്ര ഓഫ് റോഡ് വണ്ടികളൊക്കെ ക്ലീൻ ചെയ്ത് മാറാനായിട്ട് വലിയ പണിയല്ലേ. ടയറൊക്കെ കണ്ടില്ലേ, അടിപൊളി കിടിലൻ ടയർ. അപ്പം ആ വണ്ടിയുടെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ സോ ദിസ് ഈസ് ദ ഇൻറ്റീരിയർ. ഓ എൻ്റെ പൊന്നു രക്ഷയില്ല. ഇത് കണ്ടില്ലേ, നമ്മൾ ടെസ്ലയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വലിയൊരു സ്ക്രീന്. നമ്മൾ ചാവി ഇവിടെ വെച്ചിട്ട് എവിടെ പുഷ് ബട്ടൺ എവിടെയാണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്താ അല്ലേ, ഐ എം സോ എക്സൈറ്റഡ് മാൻ. അപ്പോൾ നമുക്ക് ഞാനൊന്ന് വൈഫൈയും കാര്യമൊക്കെ, വൈഫൈ അല്ല നമ്മുടെ ഫോണൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ക്യാമറയൊക്കെ ഒന്ന് സെറ്റാക്കി, എയർ ബാഗിൻ്റെ സംഭവം ഇവിടെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആ ഒരു എനിക്കൊന്ന് വൈൽഡ് ട്രാക്ക് എന്ന് പറഞ്ഞൊരു സീരീസ് ആണെന്ന് തോന്നുന്നു ഈ ഒരു വണ്ടി. അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നോക്കി എന്ത് ഭംഗിയല്ലേ. ആ സ്റ്റിയറിംഗ് ഒക്കെ എന്ത് കോമ്പാക്റ്റ് ആണ്. വോ, സംഭവം എന്തായാലും പൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വണ്ടി. ഇതിൻ്റെ ഗിയർ ലിവറൊക്കെ നോക്കി അടിപൊളി. പിന്നെ ഇവിടെ ഇതൊക്കെയുണ്ട്. പിന്നെ 4 വീൽ ഡ്രൈവ് ആണ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. സീറ്റ് ഇത് ആക്ച്വലി ചൂടെടുക്കുന്ന സീറ്റാണ്, പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല. സംഭവം കിടുവാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ക്യാമറയൊക്കെ ഒന്ന് സെറ്റാക്കി ഫോണൊക്കെ കണക്ട് ചെയ്തിട്ട് വരാം. ഓ ഗോഡ്, ഇതിൻ്റെ ആപ്പിൾ കാർപ്ലേ ഇൻ്റർഫേസ് ഒക്കെ നോക്കി. ഓ, ഇത് ശരിക്കും ഒരു ആനപ്പുറത്ത് കയറിയിരിക്കുന്ന ഫീലാണല്ലോ ദൈവമേ. വണ്ടി അസാധ്യ വണ്ടി കേട്ടോ. അപ്പം ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഒരു സാധാരണ എനി മിസ്റ്ററി വെഹിക്കിൾ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനി വെഹിക്കിൾ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനി വെഹിക്കിൾ കിട്ടും. ഞാൻ വിചാരിച്ചു വല്ല ചെറിയ വണ്ടിയോ അല്ല നമ്മൾ നേരത്തെ എടുത്ത പോലെ വല്ല RAV4 അല്ല അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്നാണ് കരുതിയത്. പക്ഷേ ഐ നെവർ എക്സ്പെക്റ്റഡ് ഐ വിൽ ഗെറ്റ് ദിസ് കാർ. എൻ്റെ പൊന്നോ, ആദ്യമായിട്ടാണ് ഒരു ഡീസൽ റെൻ്റേ കാർ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ ആക്ച്വലി ഇവിടെ നോർത്തേൺ ടെറിട്ടറിയിലാണ് ഇപ്പോൾ ഉള്ളത്. നോർത്തേൺ ടെറിട്ടറി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ മധ്യഭാഗത്തുള്ള ഓസ്ട്രേലിയയുടെ ഒരു ടെറിട്ടറിയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം 1800 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ആലിസ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകാനായിട്ട്. അവിടെ നിന്ന് വീണ്ടും ഒരു 500-550 കിലോമീറ്റർ ഉണ്ട് ഉളുറു എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകാനായിട്ട്. അപ്പോൾ ഉളുറുവിലെ അവിടുത്തെ മലനിരകളാണ്, അതായത് ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് നല്ല പച്ചപ്പും ഹരിതാഭയും വെള്ളപ്പൊക്കവും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അല്ല നമ്മളിവിടെ കണ്ടത്. നമ്മളിനി അങ്ങോട്ട് കിലോമീറ്ററുകൾ മാറും തോറും സ്ഥലങ്ങൾ മാറി മാറി വരും. അതേപോലെ തന്നെ മരുഭൂമി പോലെ, അതായത് ശരിക്കും ലിറ്ററലി മരുഭൂമി പോലത്തെ സ്ഥലങ്ങൾ, അതായത് മണിക്കൂറുകൾ വണ്ടി ഓടിച്ചാൽ മാത്രം മനുഷ്യരെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സ്ഥലങ്ങളൊക്കെ കാണുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. എനിക്ക് 2000 കിലോമീറ്റർ ഓടിക്കാം, 5 ദിവസം എനിക്ക് എൻ്റെ കയ്യിൽ വെക്കാം. അതാണ് എൻ്റെ റൂള്. 5 ദിവസത്തിൽ 2000-ൽ കൂടുതൽ കിലോമീറ്റർ ഞാൻ ഓടിക്കുവാണെങ്കിൽ 36 സെന്റ് ഇൻക്ലൂഡിങ് ടാക്സ് അവരെൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കും എക്സ്ട്രാ 1 കിലോമീറ്ററിന്.
അതാണ് അവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, പോളിസി എന്ന് പറയുന്നത്. മിക്കവാറും എനിക്കൊരു 10,000 കിലോമീറ്റർ ഞാൻ ഈ വണ്ടിയിൽ എക്സ്ട്രാ ഓടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടിക്ക് ഞാൻ ഫുൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. എനിക്ക് ആ ഒരു ഫുൾ ഇൻഷുറൻസിൻ്റെ തുക എൻ്റെ കയ്യിൽ നിന്നും പോകും. അത് 5 ദിവസത്തേക്ക് എനിക്ക് ഫുൾ ഇൻഷുറൻസ് ഈ വണ്ടിക്ക് എടുത്തിരിക്കുന്നത് 15,000 രൂപ. അപ്പോൾ ലിറ്ററലി എനിക്ക് ഈ വണ്ടി കിട്ടിയിരിക്കുന്നത് 15,000 രൂപയ്ക്കാണ് 5 ദിവസത്തേക്ക്. ആലോചിക്ക് എവിടെ കിട്ടും? ഈ വണ്ടിക്ക് തന്നെ റെന്റ് ഏകദേശം 35,000-40,000 രൂപ കൊടുക്കണം 15 ദിവസത്തേക്ക്. മനസ്സിലായില്ലേ? എന്നാലും നമുക്ക് ഈ വണ്ടി ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് സ്ഥലത്തേക്കാണ്. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാനുണ്ട്. കാരണം നമ്മളൊരു വലിയ ലോങ് യാത്ര പോവാണ്. അപ്പോൾ അതിന് മുമ്പോടിയായിട്ട് നമ്മൾ ഇനിയിപ്പോൾ മിക്കവാറും ഒരു നഗരത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പിലേക്കോ ഒക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ദിവസങ്ങൾ കഴിയണം. എന്നാൽ ആഴ്ചകളൊക്കെ ചിലപ്പോൾ കഴിഞ്ഞെന്നിരിക്കുക. എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഗ്രാമഭംഗികൾ പകർത്തി കാണിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ വീഡിയോ കാണുന്നവരൊക്കെ ഇന്ന് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ ഒരു പ്രചോദനം. സമയം ഇപ്പോൾ ഓൾറെഡി വൈകിട്ട് 4:30 അപ്പോൾ നമുക്ക് രാത്രി ഡ്രൈവിംഗ് അത്ര സേഫ് അല്ല. കാരണം ഈ ആനിമൽ ക്രോസിങ്, പിന്നെ ഇപ്പോൾ കങ്കാരുകളൊക്കെ ചാടി വണ്ടിയെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റോഡ് ട്രിപ്പൊക്കെ ക്യാൻസലാവും. അപ്പോൾ നമുക്ക് രാത്രിയിൽ നമ്മൾ കാതറിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഹോൾഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 300 കിലോമീറ്ററാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടി നിർത്തി. ഈ വണ്ടി ഉണ്ടല്ലോ, മറ്റേതിൻ്റെ പോലെ വലിയ സ്പീഡിൽ ഓടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളതിന് 130 kmph റോഡിലേക്ക് എത്തി കഴിയുമ്പോഴേ എങ്ങനെയാണ് എന്താണ് അവസ്ഥ എന്ന് അറിയത്തുള്ളൂ. അതായത് എന്താ പറയുക, ട്രക്കാകുമ്പോഴത്തേക്കിനും അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ സീറ്റിംഗ് ആയിട്ട് ഞാനൊന്ന് സെറ്റപ്പായി റെഡിയായിട്ട് വരുന്നതേ ഉള്ളൂ. ഇത് ഷോപ്പിംഗ് മാളാണോ? ഞാനവിടെ വേറെ എന്തോ സെറ്റപ്പാന്ന് കരുതി വന്നാണല്ലോ. ഞാൻ കുറച്ച് ആപ്പിള്, പിന്നെ ഒരു സ്ട്രോബെറി, അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വയ്ക്കുകയാണ്. സ്ട്രോബെറി ഇന്ന് കഴിക്കുക, ആപ്പിൾ പിന്നെ എപ്പോൾ വേണേൽ കഴിക്കാമല്ലോ. ഇവിടെ ഇങ്ങനെയാണ് ലിക്കർ സ്റ്റോർ. സൂപ്പർ മാർക്കറ്റിൻ്റെ പുറത്ത് ലിക്കർ സ്റ്റോറും ഉണ്ടാവും. ലിക്കർ വാങ്ങിക്കുന്ന ആളുകൾക്ക് ലിക്കർ വാങ്ങിക്കുക. അവിടെ പല നാട്ടിലും ലിക്കർ പോളിസി എന്ന് പറയുന്നത് ഡിഫറൻ്റാണ്. ഞാനിപ്പം ഒരു കേസ് വെള്ളം വാങ്ങിച്ച് വണ്ടിയിൽ സ്റ്റോക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും ഒരു രൂപ വെള്ളം വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന് $3, $4 കൊടുക്കേണ്ടി വരും. ഇതിപ്പോഴത്തേക്കിനും 12 രൂപ വെള്ളത്തിന് $6-7, $5-6 ഓറഞ്ചിലെങ്ങാണ്ടേ ഉള്ളൂ. ഇവിടെ ഈ അബോറിജിനൽസ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്കിടയിൽ ഈ ഡ്രഗ്, ബാക്കിയുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടി വരുന്നതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് കുറേ റെസ്ട്രിക്ഷൻസ് വെച്ച് അവർക്ക് ലിക്കർ വാങ്ങിച്ചുകൊണ്ട് പോകാനും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഗവൺമെൻറ് വെച്ചു. അപ്പോൾ അങ്ങനെ വെച്ചതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലും ലിക്കർ വാങ്ങുന്നതിന് എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസും പിന്നെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇവിടെ. കാരണം അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. നമ്മൾ ഈ ട്രോളി എടുത്തുകൊണ്ട് വന്നിട്ടേ തിരിച്ച് ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിടണം. ഇതൊരു പ്രോബയോട്ടിക് യോഗേർട്ടാണ്. പവർഫുൾ പ്രോബയോട്ടിക് ഓർഗാനിക് നാച്ചുറൽ യോഗേർട്ട് എന്ന് പറയുന്നത്. ഈ പ്രോബയോട്ടിക് അല്ലെങ്കിൽ ഈ ഗ്രീക്ക് യോഗേർട്ടൊക്കെ കഴിക്കുന്നത് ശരിക്കും ഗട്ട് ഹെൽത്ത് കൂട്ടാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും നല്ലതാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ നമ്മുടെ ഗട്ട് ഹെൽത്ത് നല്ലതല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ വേറെ പ്രശ്നങ്ങളൊക്കെ വരും. ഈ ട്രാവലിങ്ങിനിടയ്ക്ക് ഫുഡ് ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ചില സമയത്ത് ഞാനിത് വാങ്ങിച്ച് കുടിക്കാറുണ്ട്. ഞാനേ ഇങ്ങനെ പോകുന്ന വഴിക്ക് പ്രോബയോട്ടിക് കുടിച്ചിട്ട് വയറിനൊരു ചെറിയൊരു വെല്ലുവിളി ഗൈസ്. സോ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, ഒരു പെട്രോൾ പമ്പ്, അങ്ങനെ ഒരു സാധനം. ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് ക്ലോസ്ഡ്. അടിപൊളി, അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. പ്രൈവറ്റ് കീപ്പ് ഔട്ട് ഒന്നുമില്ല ഗൈസ്. അത് ടോയ്ലറ്റാണ്, പക്ഷെ അത് അടച്ചിട്ടിരിക്കുക. വെരി ഗുഡ്, നൈസ്, ലെറ്റ്സ് ഗോ. ഇനി മിക്കവാറും അടുത്തൊരു 50 അല്ല 100 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത് എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തിയിട്ടില്ല. ചുമ്മാ റോഡിൻ്റെ സൈഡിലൊരു ട്രക്ക് പാർക്കിംഗ് സ്ഥലം കണ്ടപ്പോൾ ഞാൻ വെറുതെ നിർത്തിയാണ്. അപ്പോൾ ഇനി ഈ വണ്ടി എങ്ങനെ എടുത്തതെന്ന് ഞാൻ പറയണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം. ഇത് അടിപൊളി വണ്ടിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡീസൽ എൻജിൻ ആണെന്നുണ്ടെങ്കിലും ഇതിന് സൗണ്ട് വളരെ കുറവാണ്. എൻ്റെ ഫോർച്യൂണറിന് ഇതിൻ്റെ ഡബിൾ സൗണ്ട് ഉണ്ട്, സൗണ്ട് വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ മൈലേജ് 10.5 ഒക്കെ കിട്ടുന്നുണ്ട്, അതിനകത്ത് കാണിക്കുന്നുണ്ട് 10.5 ഒക്കെ. സംഭവം അടിപൊളി വണ്ടിയാണ്, ഒന്നും പറയാനില്ല. അതിന് മുമ്പായിട്ടൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഈ പറയുന്നതാണ് റോഡ് ട്രെയിൻ എന്ന് പറയുന്നത്, കണ്ടില്ലേ? ഇതിനെ ഓവർടേക്ക് ചെയ്യണമെങ്കിലാണ് ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ വരെ ഞാൻ നടന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അത് കുറേ ടൈം എടുക്കും. അതായത് ഭയങ്കര ലെങ്ത്തുള്ളൊരു വണ്ടിയാണത്, കണ്ടില്ലേ? ഭയങ്കര ലെങ്ത്താണ്. ഒരു 3 കണ്ടെയ്നറൊക്കെ
ഒറ്റ ഇതിൽ അവർ കൊണ്ടുപോകും. അതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഓസ്ട്രേലിയയിൽ റെയിൽ ഗതാഗതം വഴി ചരക്ക് കൊണ്ടുപോകുന്നത് വളരെ കുറവാണ്. ഇത് മൊത്തം ഇങ്ങനെയുള്ള വലിയ ട്രക്കുകളിലാണ് കൊണ്ടുപോകുന്നത്. റോഡ് കണ്ടെയ്നർ അല്ല, റോഡ് ട്രെയിൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ റോഡ് ട്രെയിനിൽ നമുക്ക് എന്തോ വലിയ കോൺക്രീറ്റ് ഗർഡറോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇത് രസമാണ് കാണാനായിട്ട്. എൻ്റെ ദൈവമേ, എന്താ അല്ലേ. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ റോഡ് ട്രെയിൻ എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. സോ ബിഗ് മാൻ. അതായത് എൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇത്ര ഉള്ളു കണ്ടില്ലേ. ഇപ്പോൾ ഫോൺ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഗംഭീര സംഭവമായിരിക്കും ഇത്. ഒരു രക്ഷയില്ല. Hi, I was just looking. This is so big. Yeah, you're taking rest? Yeah. Okay, so take care. പുള്ളി സ്മോക്ക് ചെയ്യുവാണ്. സ്മോക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയാണ്. അസാധ്യ ക്യാബിൻ, ഒരു രക്ഷയില്ല. കഴിഞ്ഞ ദിവസം കണ്ട ജിൻസൺ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു റോഡ് ട്രെയിനൊക്കെ ഓടിക്കുന്ന മലയാളികളൊക്കെ ഇവിടെ ഉണ്ടത്രേ. എനിക്കറിയില്ല. എനിക്കൊരു അങ്ങനെ ആരെങ്കിലും കിട്ടായിരുന്നെങ്കിൽ എനിക്കൊരു റോഡ് ട്രെയിനിലൊന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇത് ഓടിക്കാൻ പ്രത്യേകം ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം. നമുക്കിത് ഓടിക്കാൻ പറ്റില്ല. ഇനി ഈ വണ്ടി എങ്ങനെയാണ് ഞാൻ എടുത്തതെന്ന് പറയാം. ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമാണ്, നമുക്കറിയാം. വലിയൊരു രാജ്യമാണെന്നറിയാം. ഈ വലിയ രാജ്യത്ത് ധാരാളം ആളുകൾ പല സ്ഥലത്തുനിന്ന് പല സ്ഥലത്തേക്ക് റെൻ്റ് കാർ എടുത്ത് പോകുന്നവരുണ്ട്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ആലിസ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ആരെങ്കിലും റെൻ്റ് കാർ എടുത്തിട്ട് ഡാർവിനിൽ കൊണ്ടുവന്നിട്ട വണ്ടിയായിരിക്കും. അപ്പോൾ ഇവർ ഈ വണ്ടി തിരിച്ചങ്ങോട്ട് പോകണ്ടേ. ചിലപ്പം ഒരു റൂട്ട് മാത്രമായിരിക്കും ആളുകൾ കാർ എടുത്ത് വരിക. ഇപ്പോൾ ആലിസ് സ്പ്രിങ്സ് എന്ന് ഡാർവിനിലേക്ക് മാത്രമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ വണ്ടികൾ വരിക. ഡാർവിനിൽ ആലിസ് സ്പ്രിങ്സിലേക്ക് കൂടുതൽ ആൾക്കാർ പോകുന്നത് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ കാർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ഒരു റെൻ്റ് കാർ കമ്പനിക്ക് അത് എക്സ്പെൻസാണ്. അതായത് അവർ ഇപ്പം നിങ്ങൾ റെൻ്റ് കാർ ബുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ റെൻ്റ് കാർ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എറണാകുളത്തു നിന്നൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി നമ്മൾ എവിടെയൊക്കെ ചുറ്റിക്കറങ്ങി എറണാകുളത്ത് കൊണ്ട് തിരിച്ചു കൊടുക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. ഇനി അതല്ല, നമ്മൾ എറണാകുളത്തു നിന്നൊരു വണ്ടി എടുത്തു, ഞാനത് കാസർഗോഡ് കൊണ്ടുപോയിട്ടാണ് കൊടുക്കുന്നത്, അല്ലെ ബാംഗ്ലൂർ കൊണ്ടുപോയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ആ വണ്ടി എന്താല്ലേ റോഡ് ട്രെയിൻ, മറ്റൊരു റോഡ് ട്രെയിൻ കണ്ടെയ്നർ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ആ വണ്ടി എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ റേറ്റും കൂടെ ആക്ച്വലി ഈ റെൻ്റ് കാർ കമ്പനി നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങും, ഇല്ലേ? പക്ഷേ എന്നാലും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വണ്ടി ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും റെൻറ്റിന് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് യൂറോപ്പ് കാർ എന്നും പറഞ്ഞിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡർ ഉണ്ട്. ആവീസ്, അങ്ങനെ പല റെൻ്റ് കാർ കമ്പനികളുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ട് സ്ഥലത്തും ഓഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരിപാടി നടക്കുകയുള്ളൂ. അപ്പോൾ നാട്ടിൽ അങ്ങനത്തെ സംഭവം ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. ഇവിടെ എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു സ്റ്റോറിയൊക്കെ ഇട്ടപ്പോഴത്തേക്കിനും എനിക്ക് ഇവിടെ തന്നെ ഉള്ള ഒരാളാണ് എനിക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ കാർസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ട്രാൻസ്ഫർ കാർസിൻ്റെ ലിസ്റ്റ് ചെയ്യുന്ന ഇതുപോലെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളുടെ കുറച്ച് ഡിഫറെൻറ്റ് വെബ്സൈറ്റുകൾ കണ്ടു. അപ്പോൾ ഞാൻ ആ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോഴത്തേക്കിനും അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഡാർവിൻ ടു ആലിസ് സ്പ്രിങ്സ് അവൈലബിൾ ആണ്. ഡാർവിൻ ടു ആലിസ് സ്പ്രിങ്സ് മാത്രം അവൈലബിൾ ആയിരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് പല വണ്ടിക്കും പല രീതിയിലുള്ള കണ്ടീഷൻസാണ് അവർ കൊടുക്കുക. ഈ ഡാർവിൻ ആലിസ് സ്പ്രിങ്സ് വരെ 1700 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 3 ലിസ്റ്റിംഗാണ് ഞാൻ കണ്ടത്. അപ്പോൾ ആദ്യത്തെ ലിസ്റ്റിങ്ങിൽ കൊടുത്തിരുന്നത് മിസ്റ്ററി കാർ. ഏത് കാറാണെന്ന് അവർ പറയില്ല, ഏതെങ്കിലും ഒരു കാറായിരിക്കും. അത് അവർ തരുന്ന വണ്ടിയായിരിക്കും. അതിന് 2000 കിലോമീറ്റർ വരെ നമുക്ക് ഓടിക്കാം. അഡീഷണൽ വരുന്ന കിലോമീറ്ററിന് നമ്മൾ ഇത്ര പൈസ കൊടുക്കണം. 5 ദിവസം കൊണ്ട് നമ്മൾ ഡാർവിന് വണ്ടി ആലിസ് സ്പ്രിങ്സിൽ കൊടുത്താൽ മതി. 5 ദിവസം നമുക്ക് ഉപയോഗിക്കാം. അതാണ് കണ്ടീഷൻ. വേറൊരു ലിസ്റ്റിംഗ് ഞാൻ കണ്ടത് ഒരു 4x4 മറ്റേ ഹൈലക്സിൻ്റെ ക്യാമ്പർ വാനായിരുന്നു. അത് ആക്ച്വലി ഇന്നലെ എടുക്കണമായിരുന്നു. പക്ഷേ അത് 4 ദിവസം കൊണ്ട് എത്തിക്കണം. എക്സ്ട്രാ കിലോമീറ്റേഴ്സ് ഒന്നും കിട്ടില്ല. ഒരു ഫുൾ ടാങ്ക് ഫ്യൂവൽ അവർ ഫ്രീ ആയിട്ട് തരും. പിന്നെ 4 ദിവസം എനിക്ക് ഇന്നലെ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അത് എടുക്കാമായിരുന്നു, ഇല്ലെങ്കിൽ എനിക്കത് എടുക്കാമായിരുന്നു. പിന്നെ ഒരു ക്യാമ്പർ വാൻ അവൈലബിൾ ആയിരുന്നു. അത് പക്ഷേ ഞാൻ ഇതെടുക്കുന്നതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫർ കാർസ് വെബ്സൈറ്റിൽ നിന്ന് നമ്മളിത് ബുക്ക് ചെയ്യുന്ന സമയത്ത് കാർ റെൻ്റലിലുള്ള പല കമ്പനികളുണ്ടാവും, അവിസോ, സിക്സ്റ്റോ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. അവരൊക്കെ ചിലപ്പം ഇതിനകത്ത് അവരുടെ ഇതുപോലെയുള്ള റിട്ടേൺ കൊടുക്കുന്ന വണ്ടികൾ അല്ലെങ്കിൽ റിവേഴ്സ് അയക്കുന്ന വണ്ടികൾ
ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ട്രാൻസ്ഫർ കാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഞാൻ ഒരു മിസ്റ്ററി കാർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എടുത്തു. എന്നിട്ട് എനിക്ക് വേണ്ട ഡേറ്റും മറ്റുമൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ട് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കണം. പക്ഷേ അവർ ചാർജ് ചെയ്യില്ല. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഞാൻ അതിനകത്ത് ബുക്ക് ചെയ്തു കഴിഞ്ഞൊരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് മെയിൽ വന്നു, യൂറോപ്പ് കാറിൻ്റെ ഒരു വണ്ടി നിങ്ങൾക്ക് കൺഫേം ആയിട്ടുണ്ട്. ഏതോ ഒരു കുഞ്ഞി വണ്ടിയുടെ ഫോട്ടോയാണ് വന്നത്. ഏതോ ഒരു ചെറിയ വണ്ടി, ഒരു ഹാച്ച് ബാക്ക് ഏതോ ഒരു വണ്ടി പ്ലസ് സിമിലർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഡാർവിൻ എയർപോർട്ടിൽ ഇത്ര മണിക്ക് പോയി പിക്ക് ചെയ്യാം. ഞാൻ ഡാർവിൻ എയർപോർട്ടിൽ പോയിട്ടാണ് ഈ വണ്ടി പിക്ക് ചെയ്തത്. അപ്പം നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കണം. അവർ നമ്മളുടെ ക്രെഡിറ്റ് കാർഡിൽ യൂഷ്വലി ഒരു എമൗണ്ട് അവർ ബ്ലോക്ക് ചെയ്ത് വെക്കും. ഇപ്പം ഞാൻ ഇൻഷുറൻസ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യേണ്ടി വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് $5 അവർ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ചാർജ് ചെയ്യുള്ളൂ. എന്നാലും ചോദിക്കുക $5 വേറെ ഒന്നും ചാർജ് ചെയ്യില്ല. കാരണം ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഇതിന് ഫ്യൂൽ അടിക്കേണ്ട ഞാനല്ലേ, ബൈ റോഡ് ഓടിച്ചുകൊണ്ട് പോകണേ 4-5 ദിവസം വേണ്ടേ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട്. അപ്പോൾ ആ എക്സ്പെൻസ് ഒക്കെ എൻ്റെ അല്ലേ, അവർ തരുന്നതല്ലല്ലോ. അപ്പോൾ അവർക്ക് ഇത് ആഡ് ഓൺ കിട്ടുന്ന സാധനമാണ്. ഈ വണ്ടി ഫ്രീ ആയിട്ട് അവിടെ എത്തുന്നത് മാത്രമല്ല, അവർക്ക് അതിൽ നിന്ന് പൈസ കിട്ടുന്നു. ഇനി ഈ വണ്ടി ഒരാൾ 2000 കിലോമീറ്റർ ഓടിച്ച് അവിടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ പോലൊരു രാജ്യത്ത് അവൻ അത്യാവശ്യം നല്ല പൈസ കൊടുക്കേണ്ടി വരും. 10,000-20,000 രൂപ, 20,000 ഒന്നുമില്ല, $500 കൊടുക്കേണ്ടി വരും അവർക്ക് എക്സ്ട്രാ. അതും ചിലവ്. ആ ഡ്രൈവറുടെ എക്സ്പെൻസ് നമ്മുടെ നാട്ടിലെ പോലെ അഫോർഡബിൾ അല്ല, ഇവിടെ എക്സ്പെൻസീവ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ആകെ $5 ഈ വണ്ടി കിട്ടി. ഇൻഷുറൻസ് എൻ്റെ ഓപ്ഷണലായിരുന്നു. ഈ വഴിക്ക് പോകുന്ന വഴിക്ക് കാട്ടുപോത്തും കങ്കാരും അതും ഇതൊക്കെ ഉണ്ട്, എന്ത് വേണേൽ വന്നിടിച്ച് കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് നമ്മുടെ ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ $5,000 വരെ നമുക്ക് എക്സസ് വരും. ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ 0 എക്സസ്, വേറെ ഒന്നുമില്ല. അതാണ് സംഭവം. അപ്പോൾ അങ്ങനെയാണ് $5 ഞാൻ ഈ വണ്ടി എടുത്തത്. അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫർ കാർ പോലെയുള്ള 2-3 വെബ്സൈറ്റുകളുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇത് തന്നെ കിട്ടണമെന്നൊന്നുമില്ല, ഏതെങ്കിലുമൊക്കെ വണ്ടികൾ കിട്ടാം. അത് ചില സമയത്ത് മേക്കും മോഡലും ഒക്കെ വെച്ച് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇനി അഡിലേഡൊക്കെ പോയിട്ട് അഡിലേഡിൽ നിന്ന് പുറത്ത് ചില സ്ഥലങ്ങളിൽ ക്യാമ്പർ വാനും മോട്ടോർ ഹോമും വരെ ഞാൻ ആ വെബ്സൈറ്റിൽ കണ്ടു. അങ്ങനെ ഏതെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ, എൻ്റെ പ്ലാനുകൾക്കനുസരിച്ച് കിട്ടുവാണെങ്കിൽ ഞാനത് എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കുറേ ആളുകൾക്ക് ഉപകാരപ്രദമാവും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു സംഭവം. എന്തായാലും നമുക്കിനി പോകാം. ഒരു ചെറിയ ബ്രേക്ക് എടുത്ത്. എൻ്റെ വയറ് ശങ്കയാണ് ഗൈസ്. ഞാനിപ്പോൾ അഡിലേഡ് റിവർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. വിജനമായിട്ടുള്ള സ്ഥലം എന്ന് ഞാൻ ഇനി എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇവിടെ എല്ലാം വിജനമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ അഡിലേഡ് റിവർ ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതായത് ഇവിടെ കുറച്ച് പഴയ ഹെറിറ്റേജ് ട്രെയിനുകൾ വെച്ചിരിക്കുന്ന ഒരു ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ. ഇവിടെ ഒരു മനുഷ്യനുമില്ല, പക്ഷേ ഇവിടെ എൻട്രൻസ് ഫീ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അത് ചിലപ്പം കൊടുക്കാനായിട്ട് വാങ്ങിക്കാൻ എന്തെങ്കിലും ആറ്റിലും പരിപാടി ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ലെറ്റ്സ് നോക്കണം. ഇവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പഴയ വീട്, പിന്നെ ഇവിടെ ഒരു പഴയ ലോക്കോ, പിന്നെ ഇവിടെ പണ്ട് ഓസ്ട്രേലിയയിൽ ഇവിടെ ഉണ്ടായിരുന്ന റെയിൽവേയുടെ കുറച്ച് സംഭവങ്ങളും മറ്റുമൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. റെയിൽവേയുടെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇവരുടെ ഒരു പഴയ വാഗൺ നമുക്കിവിടെ കാണാം. പഴയ 1-2 വാഗൺ നമുക്കിവിടെ കാണാം. പിന്നെ ഒരെണ്ണം അവിടെ മൂടിയിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് പഴയ വണ്ടികളുണ്ട്. പിന്നെ ഇതൊക്കെ പണ്ടത്തെ ട്രാക്കിൻ്റെ റിപ്പയർ ചെയ്യുന്നോണ്ടിരുന്ന സാധനമോ അങ്ങനെ എന്തോ പരിപാടികളൊക്കെയാണ്. അതെന്തോ ഒരു പ്രൈവറ്റ് പ്ലേസാണ്. അവിടെ ആരും കാണുന്നില്ല. ഞാൻ നോക്കിയിട്ട് ആരും കണ്ടില്ല. നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ ഒരു റെയിൽവേ ലൈനുണ്ട്, ഡാർവിൻ വരെ ഓസ്ട്രേലിയയുടെ ഒരു റെയിൽവേ ലൈൻ കണക്ടിവിറ്റി ഉണ്ട്. പക്ഷേ പാസഞ്ചർ ട്രെയിനൊന്നും ഓടുന്നില്ല. ആകെ വല്ലപ്പോഴും ഉള്ളൊരു ഗുഡ്സ് ട്രെയിനുകൾ വരും. പിന്നെ അതല്ലാതെ നമ്മുടെ ഈ ഖാൻ റെയിൽവേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷറി ട്രെയിൻ ഉണ്ട്, അതും പോവും. അതേ ഉള്ളൂ. ഇവിടെ എല്ലാം ആളില്ലാത്ത ലെവൽ ക്രോസും പരിപാടികളൊക്കെയാണ്. ഇപ്പോൾ നോക്കി കഴിയുമ്പോൾ തന്നെ കാണാം നമുക്ക് ഇവിടെ ഒന്നും ആളില്ലാത്ത ലെവൽ ക്രോസ് ആണ്. ഇവിടെ സ്റ്റോപ്പ് ഓൺ റെഡ് സിഗ്നൽ എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഓട്ടോമേറ്റഡ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ വല്ലതും വരുവാണെങ്കിൽ അത് റെഡ് സിഗ്നൽ ഓൺ ആവും, അന്നേരം വണ്ടി നിർത്തുക, അത്രേ ഉള്ളൂ. നിർത്തിയില്ലെങ്കിൽ പിന്നെ ട്രെയിൻ നമ്മളെയും കൊണ്ടങ്ങ് പോകും. കാരണം ഇവിടെ ട്രെയിൻ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വല്ലപ്പോഴും ആഴ്ചയിൽ 1-2 അങ്ങനെയൊക്കെ വല്ല ട്രെയിനുകളും പോയാലേ ഉള്ളൂ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഹൈവേക്ക് ഒരു പ്രത്യേകതയും പേരും ഒക്കെ ഉണ്ട്. എന്താണെന്നറിയാമോ? സ്റ്റുവാർട്ട് ഹൈവേ എന്നാണ് ഈ ഹൈവേയുടെ പേര്. സ്റ്റുവാർട്ട് എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലാണ് ഈ ഒരു ഹൈവേ അറിയപ്പെടുന്നത്. ഈ World War II സമയത്ത് ഈ ഓസ്ട്രേലിയയുടെ സൗത്തിൽ നിന്നും നോർത്തിലേക്ക് ആദ്യമായിട്ട് ഓസ്ട്രേലിയനെ മുറിച്ചു കടന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്, സ്റ്റുവാർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അയാളുടെ പേരിലാണ് ഈ സ്റ്റുവാർട്ട് ഹൈവേ അറിയപ്പെടുന്നത്. സ്റ്റുവാർട്ട് ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ട്രാക്ക് അല്ലെങ്കിൽ ദ എക്സ്പ്ലോറേഴ്സ് വേ എന്നൊക്കെ പറയുന്ന ഒരു പല പേരുകളുണ്ട്. ഏകദേശം 2800 കിലോമീറ്റർ വരും നോർത്ത് മുതൽ സൗത്ത് വരെയുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഡാർവിൻ ആരംഭിച്ച് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു അഡിലേഡ് റിവർ, ഇനിയിപ്പം വരുന്ന കാതറിൻ, പിന്നെ നമ്മൾ പോകുന്ന ടെനൻ ക്രീക്ക്, ആലിസ് സ്പ്രിങ്സ്, പിന്നെ കൂബർ പെഡി, പിന്നെ വൂമറ എന്നൊക്കെ പറയുന്ന സ്ഥലമെല്ലാം കഴിഞ്ഞ് അഡിലേഡിനടുത്തുള്ള പോർട്ട് അഗസ്റ്റ എന്ന് പറയുന്ന ഒരു പോർട്ടിന്റെ അവിടെ വരെ പോകുന്ന ഒരു നീണ്ടു നിവർന്ന് നടക്കുന്ന ഹൈവേ ആണ് നമ്മളിപ്പോൾ പോകുന്ന ഈ സ്റ്റുവാർട്ട് ഹൈവേ. ആ സ്റ്റുവാർട്ട് ഹൈവേ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക് ഹൈവേയിലൂടെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയുമായിട്ട് ആലിസ് സ്പ്രിങ്സ് വരെ പോകുന്നത്. ആലിസ് സ്പ്രിങ്സ് വരെ നമ്മൾ പോകുന്നുള്ളൂ. അത് അഡിലേഡ് വരെ നമ്മൾ വേറെ രീതിയിലാണ് അവിടെ ചെന്നൊരു പ്ലാൻ ചെയ്യാൻ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. ഹൈവേ 1 എന്നും
എന്നും ഈ ഹൈവേക്ക് പേരുണ്ട്. ഇതിന്റെ ഈ ഒരു ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഡാർവിനിൽ ഫുള്ള് പച്ചപ്പും ഹരിതാപയാണെന്നുണ്ടെങ്കിൽ, വെറ്റ് സീസൺ ആണെന്നുണ്ടെങ്കിൽ, ഇത് എൻഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് കാണേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കാരണം അവിടെ ഏത് രീതിയിലായിരിക്കും അവിടുത്തെ കാലാവസ്ഥയും അതേപോലെ തന്നെ അവിടുത്തെ ഭൂപ്രകൃതിയും മാറുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവമാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും നമ്മൾ നോർത്തേൺ ടെറിട്ടറി എന്ന് പറയുന്ന ഈ ഒരു ഓസ്ട്രേലിയയുടെ ഈ ഒരു ഭൂപ്രദേശത്തൂടെ നമ്മൾ യാത്ര ചെയ്ത് ഇങ്ങനെ പോകാനുള്ള പരിപാടിയിലാണ്. ഇവിടെ എതിരെ വണ്ടി വരുമ്പോഴത്തേക്കിനും എല്ലാവരും ഇങ്ങനെ കൈ പൊക്കി കാണിക്കും. കുറെ പേര്, എല്ലാവരും ഇല്ല, കുറെ പേര് ഇങ്ങനെ എതിരെ വരുന്ന ഡ്രൈവർ നമ്മളെ ഇങ്ങനെ കൈ പൊക്കി കാണിക്കും. എന്തിനാ എനിക്ക് അറിയത്തില്ല. പണ്ട് UK ക്യാമ്പർ വാൻ ഓടിച്ച സമയത്ത് ക്യാമ്പർ വാൻ ഓടിക്കുന്ന അല്ലെ മോട്ടോർ ഹോം ഓടിക്കുന്ന ആൾക്കാർ കൈ പൊക്കി കാണിക്കുമായിരുന്നു. ഇവിടെ അങ്ങനെ ആൾക്കാർ കൈ പൊക്കി കാണിക്കുന്നുണ്ട്. മേ ബി ലൈക്ക് ഓക്കെ എന്നുള്ള എന്തെങ്കിലും ലോങ് പോകുന്ന ആൾക്കാരല്ല, അങ്ങനെ അതുകൊണ്ടായിരിക്കും മേ ബി. ഞാൻ എന്തായാലും ഇത് ക്രൂസ് വിട്ടിട്ട് 130 പറഞ്ഞിട്ട് ക്രൂസ് ഇട്ടിട്ട് പോവാം. കൈ വിട്ട് ഓടിക്കാൻ പറ്റില്ല, കാരണം ഇവൻ കൈ പിടിക്കാൻ പറയും ഇടയ്ക്കിടയ്ക്ക്. സോ അടിപൊളി വണ്ടി കേട്ടോ. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്. പിന്നെ നമുക്ക് മുമ്പിലത്തെ വണ്ടിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് അറേഞ്ച് ചെയ്യാം. ഫോർഡിനെ പേര് നമുക്കൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. നൈസ്. എല്ലാവരും ആക്ച്വലി പറയുന്നുണ്ട് ഈ ഒരു റൂട്ട് രാത്രി ഡ്രൈവിങ്ങിന് സേഫ് അല്ല എന്ന്. പക്ഷേ എനിക്കിപ്പോൾ ഇന്ന് കാതറിന് എത്തിയേ പറ്റുള്ളൂ, എന്നില്ലെങ്കിൽ എൻ്റെ പ്ലാൻ മൊത്തത്തിൽ കുളമാവും. കാരണം എനിക്ക് വണ്ടി കളക്ട് ചെയ്തിട്ട് ഡാർവിനിൽ ഇറങ്ങാൻ ഞാൻ ലേറ്റായി. അപ്പോൾ എനിക്ക് കാതറിന് പോയേ പറ്റുള്ളൂ. ഇപ്പം നേരെ ഇരുട്ടി, ഇപ്പോൾ സമയം സൺസെറ്റ് ആയതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഒരു 1 hour കൂടെ ഡ്രൈവ് ചെയ്യേണ്ടി വരും. 1 hour അല്ല, ഒരു 54 minutes. 100 kilometer ഉണ്ട്, പക്ഷേ 100 kilometerന് 54 minutes ആണ് കാണിക്കുന്നത്. 54 minutes കൂടെ ഡ്രൈവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ ദിവസം ഇന്ന് 300 kilometer വണ്ടി ഓടിച്ച് ഞാൻ താമസിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് എത്തി. ബീഗിൾ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണിത്. ഇവിടെയാണ് ഞാൻ ഇന്ന് താമസിക്കുന്നത്. ഹോട്ടലിൽ പറയാൻ പറ്റില്ല, ഇത് മോട്ടലായിരിക്കും. യെസ്, എന്തായാലും ഇവിടെയാണ് എൻ്റെ മുറി. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ലാൻഡ് ക്രൂസറുള്ള ഒരു ചേട്ടൻ്റെ അവിടെ ഒരു ട്രിപ്പ് പോയില്ലേ ഒരു ദിവസം, അരുൺ എന്ന് പറഞ്ഞിട്ട്. ആ അരുൺ ചേട്ടൻ വർക്ക് ചെയ്യുന്ന അവരുടെ ഗ്രൂപ്പിൻ്റെ ഒരു ഹോട്ടലാണിത് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം അരുൺ ചേട്ടനാണ് എനിക്കിവിടെ റൂം ബുക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. സോ ഇവിടെ എവിടെയോ ഒരു ചാവി വെച്ചിട്ടുണ്ടാവും, നോക്കട്ടെ. ഇവിടെ റെസ്റ്റോറൻറ്റ് ഇതൊക്കെ 5 മണിയാകുമ്പോൾ പൂട്ടും, ഇവിടുത്തെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അതെല്ലാം അങ്ങനെയാണ്. സോ മൈ കീ വിൽ ബി ഹിയർ ഇൻ ദിസ് സേഫ് ലോക്കർ ഐ ഗസ്. ഇതുപോലെ നമ്മുടെ കീ അവിടെ ആ സേഫ് ലോക്കറിലുണ്ടാവും. അതെടുക്കുക, എന്നിട്ട് നേരെ റൂമിൻ്റെ മുമ്പിൽ വരിക. ഇതാണ് നമ്മുടെ റൂം. ഇതല്ലല്ലോ, അപ്പുറത്താണ് നമ്മുടെ 108 അല്ലേ. യെസ്, ഇതാണ് നമ്മുടെ റൂം 108. അങ്ങനെ ഇതാണ് എൻ്റെ മുറി, ഇന്നത്തെ മുറി. നൈസ്, അടിപൊളി. ഞാൻ കഴിഞ്ഞ ദിവസം താമസിച്ച ഹോട്ടൽ പോലെ തന്നെ സെയിം ഒരു രാത്രിയൊക്കെ ആയിരിക്കും കൂടുതൽ ഇവിടെ ആളുകൾ താമസിക്കുക. അതിൽ കൂടുതലൊന്നും ആൾക്കാരും താമസിക്കാൻ പോകുന്നില്ല, കാരണം ഇതൊക്കെ ഇതുപോലത്തെ സ്ഥലങ്ങളാണ്. ഇതാണ് നമ്മുടെ ബാത്റൂം, ഷവർ ഏരിയ. ദാറ്റ്സ് ഇറ്റ്. ഞങ്ങളങ്ങനെ ഇവിടെ ഹോട്ടലിൽ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഹോട്ടലിൻ്റെ ആൾക്കാരാണ് ഈ ഇരിക്കുന്നത്. അരുൺ ചേട്ടനാണ് എനിക്ക് ഇവിടെ റൂം തന്നത്. അരുൺ ചേട്ടൻ ഇതിൻ്റെ CEO അല്ലേ, നിങ്ങൾ ഈ ഗ്രൂപ്പിൻ്റെ CEO. ഇത് നീലേട്ടൻ ഇതിന്റെ മാനേജർ. പുള്ളി ഹോട്ടലിൽ തന്നെ താമസിക്കുന്നത്. പുള്ളിയുടെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ അച്യുത് വന്നിട്ടുണ്ട്. അച്യുത് ഇവിടെ കാര്യമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് കൊണ്ടിരിക്കുന്നത്. അച്യുത് ഭയങ്കര കുക്കിംഗ് ആയിരുന്നു തോന്നുന്നു. വലിയൊരു ഓംലെറ്റ്, ചിക്കൻ, പരിപ്പ് കറി, ചോറ്, പിന്നെ ഇത് അമ്പഴങ്ങ അച്ചാർ, പിന്നെ അവിടെ തന്നെ മറക്കുന്ന നെയ്മീൻ മറക്കുന്നു. എന്തായാലും ആ കാര്യത്തിൽ കുശാലായി. ഭക്ഷണം അതെന്തായാലും നല്ല നാടൻ ഭക്ഷണം കിട്ടിയത് സന്തോഷം. താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച്. അതിന് മാത്രം ഒരു ബുദ്ധിമുട്ടില്ലാത്തുള്ളത് വലിയ കാര്യമല്ലേ. കാരണം ഇവിടെ ഈ സമയത്ത് റെസ്റ്റോറൻറ്റ് പോയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റോ ഒരു കുന്തോ ഇല്ല പുറത്ത് പോയി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ എന്തുകൊണ്ട് 2,75,000 പേര് വരുന്ന സ്ഥലമാണ് കാതറിൻ. രാത്രി എന്തോ കിട്ടും, എപ്പോഴും കിട്ടും. അവിടെ മാക്ടേഴ്സും റെഡ് റൂസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. ഓപ്പണാണ്. മാക്ടേഴ്സ് 24 hours ആണ്. അത് ഇതൊരു ഹബ്ബാണ്. കാരണം ഇവിടുന്നാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയക്ക് പോകുന്ന ബോർഡർ ഇവിടുന്ന് അടുത്താണ് കാതറിൽ നിന്ന് 450 kilometer ഓടും. അപ്പൊ വളരെ അടുത്താണ്. ഇതൊരു T ഇന്റർസെക്ഷൻ ആണ് ശരിക്കും. ഇവിടുന്ന് മുന്നോട്ട് പോയാൽ ആലിസ് സ്പ്രിങ്, അങ്ങോട്ട് പോയ ഡാർവിൻ, ഈ ലെഫ്റ്റ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കനനാര വഴി വെസ്റ്റേൺ ഓസ്ട്രേലിയക്കാണ്. കന്നാര വെസ്റ്റേൺ ഓസ്ട്രേലിയയാണ്, ടിംബർ ക്രീക്ക് വഴി. ഇപ്പൊ ഫ്ലഡ് ആയതുകൊണ്ട് അത് ബ്ലോക്ക് ആയിട്ടിരിക്കുന്നു. കില്ലിങ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായത് പണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ സീരിയൽ കില്ലർ ഈ ടിംബർ ക്രീക്കിലായിരുന്നു. അവര് പറഞ്ഞ നൊട്ടോറിയസ് ആയിട്ടാണ് ഈ ടിംബർ ക്രീക്ക് അറിയപ്പെടുന്നത് ഓസ്ട്രേലിയൻ ഹിസ്റ്ററിയിൽ. അപ്പൊ അതിപ്പോ ചുമ്മാ ഗൂഗിൾ നോക്കി അറിയാം ടിംബർ ക്രീക്ക് കില്ലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. വെരി ഗുഡ്.
പരിപ്പർ സൂപ്പർ, ബാക്കിയൊക്കെയോ എല്ലാം അടിപൊളി.